സോ നമ്മൾ ഇന്നലെ ഗോൾഡൻ റൂൾസിൻ്റെ ട്രഡീഷണൽ അപ്രോച്ച് പഠിച്ചു. സോ നമ്മൾ ഇന്നലെ ബാക്കി വെച്ചൊരു ഭാഗമായിരുന്നു മോഡേൺ അപ്രോച്ച്. ഗോൾഡൻ റൂളിൻ്റെ മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് ഗോൾഡൻ റൂൾസ് എങ്ങനെയാണ് കാണാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് മോഡേൺ അപ്രോച്ചാണ് നോക്കുന്നത്. സോ അത് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിലാണെന്ന്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻസും അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റിയാണ്. അത് ക്യാപിറ്റലും ലാബിലിറ്റിയും കൂട്ടുന്ന അതേ സെയിം ആയിരിക്കും എന്ത്? അസറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താ, ജേണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യുക എന്നാണ്. ജേണൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ജേണൽ എൻട്രിക്ക് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാകുന്നുള്ളത്. രണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, ഒന്ന് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഗോൾഡൻ റൂൾ പ്രകാരം എങ്ങനെയാണ് ഡെബിറ്റ് എങ്ങനെയാണ് ക്രെഡിറ്റ് വരിക എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു സ്പെഷ്യൽ ടേംസും കാര്യങ്ങളും. അതിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? അസറ്റ്. ഓക്കെ, അസറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അസറ്റാണ് നമ്മൾ എൻട്രിയിൽ ട്രാൻസാക്ഷനിൽ വരുന്നത്. അസറ്റാണെന്നുണ്ടെങ്കിൽ അസറ്റ് കൂടുകയാണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുകയും അസറ്റ് കുറയുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് സിമ്പിളി പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു കാറ് വാങ്ങി. കാർ എന്താണ്? അസറ്റാണ്. അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങി, എന്തായാലും അത് അസറ്റാണ്. സോ ഒരു ലാൻഡ് വാങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് എന്താണ്? ലാൻഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു അസറ്റ് കൂടുകയാണ്. അപ്പോൾ എന്താ? ബിസിനസ്സിൽ അസറ്റ് കൂടി. അപ്പോൾ എന്താണ് നമ്മളെന്ത്? കാർ അക്കൗണ്ട്, കാർ വാങ്ങി, കാർ അക്കൗണ്ട് 1,00,000. സോ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. പൈസ എന്താണ്? പൈസ നമ്മളൊരു അസറ്റല്ലേ? ക്യാഷ് നമ്മളെ കയ്യിലുള്ളത് ഒരു അസറ്റല്ലേ? സോ അപ്പോൾ പൈസ പോയി. അപ്പോൾ എന്താ? അസറ്റ് അവിടെ എന്തായി? കുറഞ്ഞു, ഡിക്രീസായി. ക്യാഷ് എന്ന അസറ്റ് അവിടെ എന്തായി? ഡിക്രീസായി. അപ്പോൾ എന്തായി? ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, മേലെ നമ്മൾ ഡെബിറ്റ് ചെയ്തത് എന്താണ്? ലാൻഡ് എന്ന് പറഞ്ഞൊരു അസറ്റ് കൂടി, അതുകൊണ്ട് എന്തായി? കാർ എന്ന് പറഞ്ഞൊരു അസറ്റ് കൂടി, അതുകൊണ്ട് എന്തായി? കാർ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നാൽ ക്യാഷ് കൊടുത്താണ് കാർ വാങ്ങിയത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ക്യാഷ് 1,00,000 കുറഞ്ഞു. ക്യാഷ് പറഞ്ഞൊരു അസറ്റ് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ അത് കഴിഞ്ഞു. സോ അടുത്തൊരു നമ്മൾ പഠിച്ചിരുന്നു എക്സ്പെൻസ് എന്ന്. എക്സ്പെൻസിനും സെയിം ലോജിക്കാണ്. എന്ത്? എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു സാലറി കൊടുത്തു, എംപ്ലോയീസിന് എന്ത് ചെയ്തു? സാലറി കൊടുത്തു. സാലറി കൊടുത്ത് നമ്മൾ സാലറി കൊടുത്തു. അപ്പോൾ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്താണ്? കൂടി. അപ്പോൾ എക്സ്പെൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യും? സാലറി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു. അവിടെ എന്ത് പോയി? ക്യാഷാണ് അടിയിൽ. എന്താ? പൈസയാണ് കൊടുക്കണത്. പൈസ കൊടുക്കുമ്പോൾ എന്താണ്? നമ്മളൊരു അസറ്റാണ് പൈസ. ആ പൈസ എന്തായി? കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത്? ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, 13,000. ഈ എൻട്രി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നും കൂടി വേണം ഞാൻ പറഞ്ഞുതരാം. സാലറി എന്ന എക്സ്പെൻസ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് സാറേ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തത്? സാറേ ക്യാഷ് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്തു? ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ്. സോ ഇനി അടുത്തൊന്ന് ഡ്രോയിങ്സും സെയിം ആണ്. ഡ്രോയിങ്സ് എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഓണർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതെന്താണ്? ഡ്രോയിങ്സ് ആണ്. ഓക്കെ, അതും സെയിം ലോജിക്കാണ്. സോ ഇനി അടുത്തൊരു ഇതിലോട്ട് പോയാൽ നമ്മൾ പറയുന്നത് പിന്നുള്ളത് ലൈബിലിറ്റിയാണ്. സോ ലൈബിലിറ്റി പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് കടമെടുക്കുക, അതൊക്കെയാണ് എന്ത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലയബിലിറ്റി ആണ് വരുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലയബിലിറ്റി നമ്മൾ കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കുറക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലയബിലിറ്റി ഉണ്ടാകും. 10,000 രൂപ കടമെടുത്താൽ 10,000 രൂപ നമുക്ക് ലയബിലിറ്റി ഉണ്ടാകും. എന്നാൽ ഈ ലയബിലിറ്റി തിരിച്ചടച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിനാണ്? ഡെബിറ്റ് ചെയ്യണം. സോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ കടമെടുത്തു. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ 10,000 രൂപ കടമെടുത്തു ബാങ്കിൽ നിന്ന്. സോ അപ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് എത്ര കൂടി? ക്യാഷ് കൂടി. നമുക്ക് എന്ത്? ബാങ്കിൽ നിന്ന് 10,000 രൂപ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് കൂടി. അപ്പോൾ എന്താ? ക്യാഷ് എന്താ? ഒരു അസറ്റാണ്. അപ്പോൾ ക്യാഷ് കൂടിയ നമ്മൾ അസറ്റ് കൂടിയ നമ്മൾ എന്ത് ചെയ്യണം?
ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്തു 10,000. പക്ഷേ ലാബിലിറ്റി കൂടി. ലാബിലിറ്റി SBI എന്ന് പറഞ്ഞ ബാങ്കിനോട് നമുക്ക് എന്തുണ്ടായി, ഒരു ബാധ്യത ഉണ്ടായി. അപ്പോൾ ലാബിലിറ്റി കൂടിയത് SBI ആണ്. അപ്പോൾ നമ്മൾ എന്തായി, അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ്. ഇനി ഈ ഒരു സാധനം പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് വരില്ല എങ്ങനെയെന്ന്. അതായത് ലാബിലിറ്റി കുറയുമ്പോൾ അത് നമ്മൾ പൈസ അടച്ചു, പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ, ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ SBI എന്ന് പറഞ്ഞ ലാബിലിറ്റി നമുക്ക് കുറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, SBI അക്കൗണ്ട് ഡെപ്റ്റ് 10,000 തിരിച്ചടക്കുമ്പോഴതാണ്. സോ അപ്പോൾ നമ്മളെന്താ, നമുക്ക് പൈസ കൊടുത്തിട്ടാണ് ലാബിലിറ്റി കുറക്കണേ. അപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് എന്ത് ചെയ്തും കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഓക്കെ. സെയിം ആസ് ക്യാപിറ്റലും അങ്ങനെ തന്നെയാണ്. ക്യാപിറ്റലും സെയിം ലാബിലിറ്റിയാണ്. കാരണം ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ലാബിലിറ്റി എന്ന് പറയാൻ കാരണം, ബിസിനസ് വേറെയും ഓണർ വേറെയുമായിട്ട് ബിസിനസ്സിൽ കാണണം. അതിന് പറയുന്ന പേരാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന്. കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞാൽ ഓണറെ ഒരിക്കലും ബിസിനസ്സിൻ്റെ ഭാഗമായി കാണരുത്. ഓണറെ വേറെയും ബിസിനസ്സിനെ വേറെയും ആയിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പോൾ ഓണർ തന്ന പൈസ ബിസിനസ് കഴിഞ്ഞ് പോകുമ്പോൾ ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ലാബിലിറ്റിയാണ്. ഓക്കെ. സോ ഇനി അടുത്തത് ഇൻകത്തിനെ പറ്റി പറയുമ്പോൾ, ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു, ഇൻഫ്ലോ ടു ബിസിനസ്സിലോട്ട് വരുന്ന പൈസകൾ, അതിൻ്റെ സോഴ്സിനെ പറയുന്ന പേരാണ് ഇൻകം എന്ന്. സോ ഇൻകം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി, ഇൻകം വന്നാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻകം വന്നാൽ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. സോ ബാങ്ക് അക്കൗണ്ട്, സോ ഇൻകം വരുമ്പോൾ സെയിൽ നടക്കുമ്പോൾ എന്താണ്, നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ എൻട്രി, ക്യാഷ് കിട്ടുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് 50,000 ടു ക്രെഡിറ്റ് എന്താ ചെയ്യുക, ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. സെയില് 50,000. ഓക്കെ, അതായത് അപ്പോൾ ഈ ഒരു എൻട്രി പറഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ഫോർ 50,000. അപ്പോൾ എന്താ, ഈ സോൾഡ് ഗുഡ്സ് ഫോർ 50,000 ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ എന്താ, ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റ്, ഇതൊരു അസറ്റാണ്. ആ അസറ്റ് എന്ത് ചെയ്തു, കൂടി. സെയിൽ എന്ന് പറഞ്ഞ ഒരു ഇൻകം കൂടി. അപ്പോൾ എന്താ, അസറ്റ് ഇവിടെ കൂടി. അപ്പോൾ എന്താ, അസറ്റ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇൻകം കൂടി, അപ്പോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ്. സോ നമുക്ക് ഇന്നലത്തെ എക്സാമ്പിളിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞതിന് ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു ഉണ്ടായിരുന്നു, മിസ്റ്റർ എ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് 15,000. മിസ്റ്റർ എ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് 15,000. ഈ ഒരു സാധനത്തിൽ ഫിറ്റ് ഫോർ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബാങ്കൊക്കെ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഈ ഒരു സാധനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റ്, ഇതൊരു അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്തു, കൂടി. അപ്പം നമുക്ക് ഇവിടെ ഡെബിറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടി. സോ ഇനി എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടി, മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു ലാബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊടുന്ന്. സോ അപ്പോൾ ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം കൂടിയാൽ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ഇവിടെ ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സോ ഈ എൻട്രി എങ്ങനെ വരിക, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടി, ക്യാഷ് അക്കൗണ്ട് കൂടി 50,000 ടു ക്യാപിറ്റലും കൂടി, മിസ്റ്റർ എ ക്യാപിറ്റലും കൂടി. അപ്പോൾ എന്ത് ചെയ്യും, അത് 50,000. സോ അടുത്ത എൻട്രി എന്ത് ചെയ്യുന്നു, പെയ്ഡ് വേജ് ടു 25,000. അടുത്ത എൻട്രി എന്ത് ചെയ്യുന്നു, പെയ്ഡ് വേജ് റുപ്പീസ് 25,000. സോ ഇതിൻ്റെ നമുക്ക് നോക്കാം. വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്പെൻസാണ്. വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്പെൻസാണ്. 25,000 എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്താണ്, ഒരു അസറ്റാണ്. പൈസ പോകുമ്പോൾ ക്യാഷ് എന്താ, കുറയാണ് ചെയ്യുക. അപ്പോൾ അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ അസറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. വേജ് എന്താണ്, അപ്പോൾ ഒരു എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്.
സോ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ 15,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിട്ടാട്ടോ, ക്യാഷ് ആയിട്ടാണ് എന്ത് ഗുഡ്സ് സോൾഡ് ചെയ്തത്. സോ ഇവിടുത്തെ കാര്യത്തിൽ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് എന്ത് ചെയ്തു, ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് ഉണ്ട് ഇതിൽ. സോ ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതേമാതിരി സോൾഡ് ഗുഡ്സ്, സോൾഡ് പറഞ്ഞാൽ സെയിൽസ് പറഞ്ഞാൽ എന്താണ്, ഇങ്കാണ്. സെയിൽസ് പറഞ്ഞാൽ ഇങ്കാണ്. ഇൻകം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ അപ്പോൾ നമ്മുടെ എൻട്രി എങ്ങനെ വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു സെയിൽ 50,000. ഇപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ക്യാഷ് ഇവിടെ വന്നു സാറേ എന്ന് ചോദിച്ചാൽ, ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് കൂടുകയാണ്, കൂടിയാൽ ഡെബിറ്റാണ് ചെയ്യേണ്ടി, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. സോ എന്തുകൊണ്ട് സാറേ സെയിൽ ക്രെഡിറ്റ് ചെയ്തു സാറേ ചോദിച്ചാൽ, സെയിൽസ് പറഞ്ഞ ഒരു ഇൻകമാണ്. ഇൻകം കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. സോ ഇവിടെ ഇൻകം സെയിൽസ് കൂടുകയാണ് 50,000. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു.